കമ്പിളി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിന്റെ 24ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടകം 1 തീയതി, മലയാള മാസം 1 തീയതിയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ബീഫ്, സാധാരണ ഈ 1 തീയതി ബീഫൊക്കെ മേടിക്കും. അമ്മ താണ്ട് ബീഫും കിഴങ്ങും ഒക്കെ താണ്ട സെറ്റാക്കി. അപ്പം അമ്മ രാവിലെ ഇതാ കിഴങ്ങും അതുപോലെ ഇതാ ബീഫ് കഴിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ബീഫും കഴിവൊക്കെ ഞാൻ കിഴങ്ങെന്നാണ് പറയണത്. കപ്പയെന്ന് പറയണവർക്ക് കപ്പ എന്ന് പറയാൻ, ചീനി എന്ന് പറയണവർക്ക് ചീനി എന്ന് പറയാൻ. ഞാൻ ഇവിടെ കിഴങ്ങെന്നാണ് പറയണത്. അമ്മ താണ്ട് അമ്മ നോക്കി ചിരിക്കും. സ്മൈൽ പ്ലീസ്. രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടപ്പിയായിട്ട് നിൽക്കുകയാണ്. കൂവളത്തിന്റെ ഇലയാണ് കേട്ടോ. അമ്മ അമ്പലത്തിലേക്ക് കെട്ടാനായിട്ട് രാവിലെ പോയി പറിച്ച് വെച്ചേക്കുന്നതിനെ കെട്ടിയില്ല. അമ്മ കുളിച്ചിട്ട് രാവിലെ അമ്പലത്തിലേക്ക് ഈ കൂവളത്തിന്റെ ഇല കെട്ടിക്കൊടുക്കും. അപ്പം അമ്മ അതിനായിട്ട് ആ കൂവളത്തിന്റെ ഇലയൊക്കെ പറിച്ച് വെച്ചേക്കാണ്. പിന്നെ ഞാനൊന്നും ഇത്രയും നല്ല പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് ഇതൊന്നും ചെയ്യാറില്ല. ഞാനിതാ ചുമ്മാ ഇവിടെ വാറ്റി തിരിഞ്ഞ് നടക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. രാവിലെ ഇത്തിരി വെയിൽ കണ്ട സ്ഥിതിക്ക് എനിക്ക് തുണി ചെയ്യണം. ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അല്ല വേറെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അപ്പൊ എന്തൊരു ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ പതുക്കെ കാണിച്ചു തരുന്നതായിരിക്കും. കുഞ്ഞുള്ളി ഇത്രയും കുഞ്ഞുള്ളി കഴിക്കണോ? മഴ ആയതുകൊണ്ട് ഫുള്ള് തട്ടിയൊക്കെ താത്തിട്ടേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് തട്ടി അങ്ങ് നോക്കാന്ന് വിചാരിച്ചു. താണ്ട് ഫുള്ള് അതുപോലെ തന്നെ ഫുള്ള് ഇവിടെ മൊത്തം എൻ്റെ ചെടി ഫുള്ള് ഈ മഴ പെയ്തതായി ഫുള്ള് ഇല ഇതാ വീണ് താഴെ കിടക്കാൻ ഫുള്ള് പൊഴിഞ്ഞു പോയേ ഈശ്വര. അപ്പൊ എന്തായാലും ഞാൻ തട്ടി നോക്കാനായിട്ട് പോകണം കേട്ടോ. ഓക്കേ, ഇതാ കുഞ്ഞുള്ളി തൊലിക്കാനായിട്ട് പോകാൻ കേട്ടോ. ഈ മുറത്തിലെ ഈ കളർ പെയിന്റുകളൊക്കെ ഉണ്ട്, ഇതെല്ലാം എന്നെക്കാരണമായതാണ്. ഞാൻ ക്രിസ്മസ് ആ സമയത്ത് പുൽക്കൂടിൽ വെക്കാനായിട്ട് എൻ്റെ പ്രതിമകളെ കളറ് പോയി വെച്ചുണക്കണമെന്നൊക്കെ പറഞ്ഞ് എന്താ ഇത് വെച്ച് തന്നെ ചെയ്ത് ലാസ്റ്റ് അത് ചെയ്യണം. ഇപ്പോഴില്ല, ആ കളറ് പോലില്ല. അമ്മ എന്നെ കുറേ കൊന്നതാണ് കേട്ടതാണ്. ഇതെല്ലാം അങ്ങനെ പറ്റിയതാണ്. കുറേ ഇത് എന്തൊക്കെ എന്തോ കളറായിരുന്നുണ്ടോ, ബ്ലാക്ക്, ഇത് കുറേ കളറൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അമ്മ എന്നെ കൊന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിന്. അപ്പം ഇന്നെന്തായാലും ഉള്ളി കഴിക്കാം. എന്തായാലും ഇത് പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പതുക്കെ സംസാരിച്ച് കണ്ടവരെ വാറ്റി തിരിഞ്ഞ് നോക്കി ഇരുന്ന് അങ്ങോട്ട് ഉള്ളി തൊലിക്കാൻ വിചാരിച്ചു. കാരണം കുഞ്ഞുള്ളിയല്ലേ, ഓരോ ഉള്ളി എടുത്താലും നല്ല വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല. അമ്മ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഒറ്റത്തൊലി മാത്രം തൊലിച്ച് പെട്ടെന്ന് മൂടുനിറയെ കട്ടിച്ചിടാൻ അങ്ങനെ എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ 2-3 അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കുഞ്ഞുള്ളിയാക്കി എടുക്കണതിന് എന്നാൽ എനിക്കൊരു മനസ്സമാധാനം. നല്ല റോസും ഒരു വയലറ്റ് കളറൊക്കെ ആക്കി എടുത്താൽ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. ഫ്രണ്ട്സ്, പെരുമഴയെന്ന് വെച്ചാൽ നല്ല പെരുമഴ, അതുപോലെ തന്നെ നല്ല കാറ്റും കേട്ടോ. ഭയങ്കര കാറ്റും വരും. എൻ്റെ കയ്യിൽ കണ്ട രോമാഞ്ചം. എൻ്റെ അമ്മേ, ഞാൻ ഉള്ളി തൊലിച്ച ഇത്രയാണ് കൂടി ആയത് കേട്ടോ. ഇത്രയും നേരമായിട്ട് ഇത്ര ഉള്ളിയാണ് തൊലിച്ചെത്തിയത്. ഉള്ളിയൊക്കെ തീർന്നു. 5-6 ഉള്ളിയും കൂടിയൊക്കെ ഉള്ളൂ, അതും കൂടെ തൊലിക്കണം. നല്ല പെരുമഴ, കറണ്ടും പോയി. അപ്പം കറണ്ട് ഇല്ലാതെ ഇവിടെ ഇരുന്ന് ഞാൻ മൈ ഗോഡ് കറണ്ട് വന്നു. പക്ഷെ ഇപ്പം ഈ കറണ്ട് പോകും കേട്ടോ. പോയി, ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയി. ഇപ്പം എന്തായാലും പെരുമഴയാണ്. അപ്പം മഴ തോന്നുന്നെങ്കിൽ എന്തായാലും തുണി ഇടാമില്ല. പക്ഷെ എനിക്കിന്ന് കാർ ഓടിച്ച് ജസ്റ്റ് പഠിക്കണമെന്നുണ്ട്. കാരണം റോഡിലോട്ട് ഇറക്കി തന്നെ ഒന്ന് ഓടിച്ച് പഠിക്കണമെന്നുണ്ട്. ലൈസൻസ് കിട്ടിയിട്ട് കാർ ഓടിക്കാതിരിക്കുന്നത് വളരെ ഇതുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ ലൈസൻസ് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും കാർ ഓടിക്കാൻ വിചാരിച്ചപ്പോഴത്തേക്കും ഒരു വിധത്തിൽ തന്നെ മഴ താമസിക്കില്ല. അപ്പോൾ ചോദിക്കും മഴ ഉണ്ടെങ്കിൽ കാർ ഓടിക്കും എന്തൊരു പാടെന്ന്. എന്നാലും നമുക്ക് ഇതല്ലേ, എനിക്ക് ജസ്റ്റ് ഒരു പേടിയുണ്ടല്ലോ അങ്ങനെ. അപ്പം അതിൻ്റെ ഇതിലൊക്കെ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും മഴ തോന്നിട്ട് ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് അത് കറിവേപ്പിലേക്ക് ഇടണ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനത് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാനല്ല ഇത് ചെയ്തത്. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ഇത് ബീഫ് കറിയാണ് വെക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു വഴി അമ്മ കണ്ടുപിടിച്ച് വെക്കാം എന്നൊക്കെ ഉള്ളതിൽ അമ്മ വെക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ.
എന്തോന്നൊക്കെ ഇട്ടമ്മ വെച്ചേക്കണം, എന്തോന്നൊക്കെ ഇട്ടാണ് വെച്ചേക്കണത്. ഓ ബാക്കിയെല്ലാം ചേർത്ത് കുക്കറിൽ ചെയ്തിട്ടാണ് വേവിച്ച് കുക്കറിൽ. ഇനി ഇച്ചിരി മുളക് പൊടിയും മസാലയും. ഇപ്പൊ എരിവ് ഇപ്പൊ കുറവാണ്, എരിവ് കുറവായതുകൊണ്ട് മുളക് പൊടി. അപ്പൊ ഇനി ഒരുമാതിരി പച്ച മുളകിന്റെ ഒരു മണം വരില്ലേ അമ്മ? ഇത് വറുത്ത മുളക് പൊടി, മസാലയും കുരുമുളക് ഇല്ല. മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേണ്ടത് വെക്കുന്നത്. കുരുമുളക് പൊടി നമുക്കില്ല ഇപ്പോൾ. ഇതെല്ലാം വറ്റണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് സത്യത്തെ അമ്മ ഇങ്ങനെ നല്ല പണ്ട് ഇങ്ങനെയാടി വെക്കുന്ന. സത്യത്തെ അമ്മ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ആദ്യമായിട്ട് ഞാൻ കണ്ടു. ഇങ്ങനെയൊന്നും അല്ലല്ലോ വെക്കുന്നത്. ഉപ്പില്ല, കുറവ്. എന്നും ഇങ്ങനെയൊക്കെ തന്നെ വെക്കണം. പക്ഷെ കുക്കറിൽ ഇത് മാത്രമേ വേവിക്കുള്ളൂ. ബാക്കിയല്ലാതെ അല്ലാതെ കടുവറുത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ ഞാൻ ഉള്ളിയും കൂടി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്, കൊച്ചുള്ളിയും കൂടി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തന്നെ അടിച്ച് എല്ലാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഇനി ബാക്കി പിന്നെ അപ്പം ഇനി ഇതിന്ന് തിളച്ച് വേവട്ടല്ലേ? ഓ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പ വഴി. ഈ സാധനം ഇടണം. ഓ എനിക്കാണെങ്കിൽ എന്റെ പൊന്നു ഫ്രണ്ട്സ് ഈ മല്ലിയെന്ന് പറഞ്ഞ സാധനം കണ്ണിലും നീരിലും എനിക്ക് കണ്ടുകൂടാത്തൊരൊറ്റ സാധനമാണ്. നീ എങ്കിൽ തിന്നില്ല. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നല്ല അടിപൊളി കിഴങ്ങും അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫും കേട്ടോ. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. ഇപ്പം അമ്മ അത് ബീഫ് കറിയിൽ നേരിട്ട് കോരി ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. നല്ല എൻ്റെ പൊന്നു എന്ത് ചൂടാ. അതുപോലെ തന്നെ കിഴങ്ങും അമ്മ എല്ലാം നല്ല ചൂടാണ് കേട്ടോ. ഓ അപ്പം ഇനി എന്തായാലും കഴിക്കാം. ഇരിക്കും അമ്മ കഴിക്കാം. നല്ല എരിയുണ്ട്. ഭയങ്കര എരിയാ? നല്ല എരിയുണ്ട്. കുരുമുളക് ഇല്ലാത്തത് ഞാൻ ചെയ്ത് കൂട്ടിയിട്ട് എല്ലാത്തിനും ചൂട്. നല്ല എരിയുണ്ട് അല്ലേ? നല്ല എരി. ഹായ് ഫ്രണ്ട്സ്, വൈകിട്ടായപ്പോൾ അപ്പച്ചിയും എല്ലാവരും എന്താ എത്തിയിട്ടുണ്ട്. എല്ലാവരും അയ്യോ മാറപ്പച്ചി എല്ലാവരും എന്താ അച്ചാമ്മ അപ്പച്ചി അച്ചാമ്മ അനിയ അനിയത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി മറ്റേ ഇത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണുകയാണ്. നമ്മളിതാ വിളക്കും കത്തിച്ചിട്ട് നേരെ പോവാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പച്ചി നോക്കൂ, കേട്ട് നോക്കൂ. നാലോ അഞ്ചാച്ചോളം ഉണ്ടല്ലേ. എത്ര ചക്കച്ചോള. ഓ തറയെ വീഴ്ച പോലും. അപ്പച്ചി അതായത് കുരുവി ഈ സാധനത്തിന് 1 2 നിങ്ങൾ രണ്ടും കൂടെ തിന്നി 3 4 5 പീസ്. അവിടത്തെ ഇങ്ങനെയൊന്നുമല്ല, വേറൊരു സ്വരൂപം കണക്കായിരിക്കണം. 5 പീസിന് 25-30 ദിർഹംസ് ആണ് അവിടെ. നമ്മൾ എങ്ങനെ മേടിച്ച് തിന്നും? 25 ദിർഹംസ് വെച്ചാൽ ഇവിടത്തെ എത്ര രൂപ? ഇവിടത്തെ 10-300-400 രൂപയാവും. 400 രൂപയെ ഞാൻ 2 ചക്ക കണ്ടിട്ട് തന്നിട്ടല്ലേ ഞാൻ കൊണ്ടുപോകും. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. കണ്ടിച്ച് തന്നാ ഞാൻ കൊണ്ടുപോകും.
ഒരു ചക്ക മൊത്തത്തിൽ കടിച്ചപ്പോൾ കിട്ടി. ഇതൊരു 3-4 ചോളം അപ്പച്ചി ഇപ്പൊ തിന്ന്, ബാക്കി ഇത്ര ചോളം ഉണ്ട്. വീണ്ടും പിന്നെ തിന്നോ, കുഴപ്പമില്ലേ. ഓരോ പീസിന്റെ പകുതി മാത്രമേ അവിടെ എത്തണുള്ളൂ, പകുതി അപ്പച്ചിയുടെ വായിക്കകത്തോട്ടാണ് പോണത്. അപ്പൊ അപ്പച്ചി വന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാരെയും കൂടെ കൊണ്ടങ്ങ് പോവാനായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഓട്ടോയിലായിട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. എല്ലാവരും കൂടി ഇപ്പം നമ്മളങ്ങ് എല്ലാവരും അങ്ങ് പോവും. അപ്പോൾ ഇനി അങ്ങ് കളമച്ച ചെന്നിട്ട് കാണാം. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഫാൻസി കയറണമെന്ന് അപ്പച്ചി പൊട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങുന്ന വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയെ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉറങ്ങുന്ന മാരക ഉറക്കമായിട്ട് എടുത്തു. ഫസ്റ്റ് ഷോട്ട് തന്നെ പോയി. രണ്ടാമത്തെ ടേക്ക് നടന്നില്ല, ചിരിച്ചു പോയി. മൂന്നാമത്തെ ടേക്ക് നടക്കൂലെന്ന് മനസ്സിലായപ്പോൾ ആ കാര്യം നിർത്തി. ലാസ്റ്റ് ആയപ്പോൾ അവൻ പോയി ഗെയിം കളിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.